പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +1 അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലെഡ്ജറിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം. എ ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്. ഒരു അക്കൗണ്ടുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ ഓർ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ലെഡ്ജറാണ്, മെയിൻ ബുക്ക്. ആദ്യമായിട്ട് നമ്മൾ ബിസിനസ് ഇടപാടുകൾ എഴുതുന്നത് ജേണൽ എന്ന ബുക്കിലാണ് എന്നും ജേണൽ എന്ന ബുക്കിൽ എഴുതുന്നതിന് ജേണലൈസിങ് എന്നും, ജേണലിൽ നിന്നും ഒരേപോലുള്ള ഐറ്റം അത് അക്കൗണ്ട് ബുക്കിലേക്ക് ലെഡ്ജർ ബുക്കിലേക്ക് മാറ്റി എഴുതുമെന്നും ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുന്നതിന് പോസ്റ്റിംഗ് എന്നുമാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. അപ്പോൾ ലെഡ്ജർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബുക്ക് വേർ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ഇൻ വൺ പ്ലേസ് ഇൻ ദ ഫോം ഓഫ് ആൻ അക്കൗണ്ട്. അപ്പോൾ ഒരേപോലുള്ള ബിസിനസ് ഇടപാടുകൾ ഒരു അക്കൗണ്ടിൽ എഴുതും. ഇങ്ങനെ അക്കൗണ്ടുകളുടെ ഒരു കൂട്ടമാണ് ലെഡ്ജർ ബുക്കിൽ ഉണ്ടാകുക. ഫർണിച്ചറുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഫർണിച്ചർ അക്കൗണ്ടിലാണ് എഴുതുക. അതുപോലെ പർച്ചേസുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പർച്ചേസ് അക്കൗണ്ടിൽ എഴുതും. ഇങ്ങനെ ഒരേപോലുള്ള ഇടപാടുകൾ ഒരു അക്കൗണ്ടിൽ എഴുതുന്ന രീതി. ഇങ്ങനെ അക്കൗണ്ടുകളുടെ ഒരു കൂട്ടമാണ്. ഇങ്ങനെയുള്ള നിരവധി അക്കൗണ്ടുകളുള്ള ഒരു ബുക്കാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ ബുക്ക് ഓർ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്. എല്ലാ ട്രാൻസാക്ഷനും ഓൾ ദി ട്രാൻസാക്ഷൻസ് ആർ ഫൈനലി എൻറ്റേർഡ് ഇൻ ദിസ് ബുക്ക്. എല്ലാ ഇടപാടുകളും അവസാനം ഈ ബുക്കിലാണ് എഴുതുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഓർ സെക്കൻഡറി എൻട്രി. ഇതിനെ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി അല്ലെങ്കിൽ സെക്കൻഡറി എൻട്രി എന്ന് പറയാറുണ്ട്. വേറാസ് ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. എന്നാൽ ജേണൽ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ ജേണലിനെ നമ്മൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയും. കാരണം എല്ലാ ബിസിനസ് ഇടപാടുകളും ആദ്യമായിട്ട് എഴുതുന്ന ബുക്കാണ് ജേണൽ. ജേണലെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് നമ്മൾ പറയും. ലെഡ്ജറിനെ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി അല്ലെങ്കിൽ സെക്കൻഡറി എൻട്രി എന്നാണ് പറയുന്നത്. കാരണം ജേണലിൽ നിന്നും രണ്ടാമത് ഒരേപോലുള്ള ഐറ്റങ്ങൾ ഒരു അക്കൗണ്ടിലേക്ക് എഴുതുന്നു. ഇതാണ് ലെഡ്ജർ ബുക്ക് പറയുന്നത്. അപ്പോൾ ലെഡ്ജറിനെ നമ്മൾ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഓർ സെക്കൻഡറി എൻട്രി എന്ന് പറയും. ജേണലിൽ നിന്നും ഒരേപോലുള്ള ഐറ്റങ്ങൾ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് എഴുതുന്നു. ഇനി നമുക്ക് ലെഡ്ജർ ബുക്കിനെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടുകളെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? Ledger accounts are put into 5 categories, namely assets, liabilities, capital, revenues or gains, income, expenses or losses. അപ്പോൾ ഇങ്ങനെ 5 കാറ്റഗറി ആയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകളെ 5 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, റവന്യൂ, ക്യാപിറ്റൽ. ഇങ്ങനെ 5 ഐറ്റംസായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. 5 ഐറ്റംസായിട്ട് നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യാം. ഇനി ഈ 5 കാറ്റഗറിയും നമ്മൾ ഈ 5 കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം ഈ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഉണ്ടാക്കിയത്. അതിൽ നമ്മൾ പഠിച്ചാണ് അസറ്റ്, എക്സ്പെൻസ്, ഇൻക്രീസസ്. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ റൂൾസ് 5 കാറ്റഗറി അക്കൗണ്ട്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ,
എക്സ്പെൻസ്, റവന്യൂസ്. ഇനി ഇതിനെ വീണ്ടും നമുക്ക് ഈ 5 കാറ്റഗറിയെ വീണ്ടും 2 കാറ്റഗറി ആയിട്ട് മാറാം, 2 ഗ്രൂപ്പാക്കി മാറ്റാം. ഒന്ന് പെർമനൻ്റ് അക്കൗണ്ട്സ്, 2 ടെമ്പററി അക്കൗണ്ട്സ്. പെർമനൻ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നതിൽ അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇത് മൂന്നുമാണ് പെർമനൻ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ ടെമ്പററി അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, താൽക്കാലികമായ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റവന്യൂ അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും, റവന്യൂസും എക്സ്പെൻസും. അപ്പോൾ അസറ്റ് അക്കൗണ്ട്, ലയബിലിറ്റി അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇത് മൂന്നും പെർമനൻ്റ് അക്കൗണ്ടാണ്. റവന്യൂ അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട്, ഇത് രണ്ടും ടെമ്പററി അക്കൗണ്ടാണ്. ഇനി ഓൾ പെർമനൻസ് അക്കൗണ്ട്സ്, എല്ലാ പെർമനൻ്റ് അക്കൗണ്ടും ആർ ബാലൻസ്ഡ് ആൻഡ് ക്യാരി ഫോർവേഡ് ടു ദി നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. എല്ലാ പെർമനൻ്റ് അക്കൗണ്ടുകളും നമ്മൾ ബാലൻസ് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് അത് കൊണ്ടുപോകുന്നു. എന്നാൽ ഓൾ ടെമ്പററി അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്, എല്ലാ ടെമ്പററി അക്കൗണ്ട്സും എന്ന് പറഞ്ഞാൽ റവന്യൂ അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും, അത് ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിൽ അത് ക്ലോസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 2020 റവന്യൂ അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും 2020 ഡിസംബർ 31 ക്ലോസ് ചെയ്തിട്ട് അത് ബൈ ട്രാൻസ്ഫറിങ് ദം ടു ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ക്ലോസ് ചെയ്തിട്ട് അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കാണ് ഈ എക്സ്പെൻസ് അക്കൗണ്ടും റവന്യൂ അക്കൗണ്ടും കൊണ്ടുപോകുന്നത്. എക്സ്പെൻസ് അക്കൗണ്ട് അറിയുമ്പോൾ നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എക്സ്പെൻസുകൾ, സാലറി, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഫോൺ ചാർജ്, ഇതൊക്കെ എക്സ്പെൻസ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ സാലറി അക്കൗണ്ട്, റെൻറ്റ് അക്കൗണ്ട് തുടങ്ങിയവയൊക്കെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക്, ലാഭനഷ്ടക്കണക്കിലേക്കാണ് പോവുക. അതിൻ്റെ ചെലവ് കോളത്തിലേക്കാണ് പോവുക, എക്സ്പെൻസ് കോളത്തിലേക്ക്. അതുപോലെ എല്ലാ പെർമനൻ്റ് അക്കൗണ്ടുകളും പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ട്, ലയബിലിറ്റി അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതൊക്കെ ഒരു വർഷത്തിൻ്റെ അവസാനം, ഇപ്പോൾ 2020 ആണെങ്കിൽ 2020 ഡിസംബർ 31 അത് ബാലൻസ് ചെയ്തിട്ട് അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് കൊണ്ടുപോകും. അതിൻ്റെ ബാലൻസ് അടുത്ത 2021 ജനുവരി 1 അതിൻ്റെ അടുത്ത അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാലൻസായിട്ട് ഇതിൻ്റെ ബാലൻസ് അടുത്ത കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എല്ലാ പെർമനൻ്റ് അക്കൗണ്ടുകളും, ആൾ പെർമനൻറ്റ് അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ്, എല്ലാ പെർമനൻ്റ് അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യുന്നു, ക്യാരി ഫോർവേഡ് ടു ദി നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്, അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ദ ടെമ്പററി അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്, എല്ലാ ടെമ്പററി അക്കൗണ്ടുകളും ക്ലോസ് ചെയ്തിട്ട് ട്രാൻസ്ഫറിങ് ദം ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആൾ പെർമനൻറ്റ് അക്കൗണ്ട്സ് അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്, എല്ലാ പെർമനൻ്റ് അക്കൗണ്ടുകളും ബാലൻസ് ഷീറ്റിലാണ് കാണുന്നത്. ദസ് അപ്പോൾ ഈ ആൾ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ഇത് മൂന്നാണ് പെർമനൻ്റ് അക്കൗണ്ട്. അത് നമുക്ക് അസറ്റും ലയബിലിറ്റീസും ക്യാപിറ്റലും ബാലൻസ് ഷീറ്റിലാണ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ടെമ്പററി അക്കൗണ്ടായ റവന്യൂവും എക്സ്പെൻസും, ഇൻകം എക്സ്പെൻസും, വരവും ചെലവും, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലാഭനഷ്ടക്കണക്കിലാണ് കാണിക്കുന്നത്. അതിന് ക്ലോസ് ചെയ്ത് പെർമനൻ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അത് ലാഭനഷ്ടക്കണക്കിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് സ്ക്രീനിൽ കാണാം ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. സാധാരണയായിട്ട് പബ്ലിക് എക്സാമിന് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ജേണൽ എന്ന് പറഞ്ഞാൽ ഈസ് എ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ആസ് ഓൾ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ഫസ്റ്റ് ഇൻ ദി ജേണൽ. നമുക്കറിയാം, ജേണലിലാണ് എല്ലാ ബിസിനസ് ഇടപാടുകളും ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, ആദ്യം എഴുതുന്ന ബുക്ക് എന്ന് പറയാം. എന്നാൽ ലെഡ്ജർ, ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ആസ് ആൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫൈനലി ഇൻ ദി ലെഡ്ജർ. നമ്മൾ ലെഡ്ജറിനെ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്നാണ് പറയുക, അല്ലെങ്കിൽ സെക്കൻഡ് എൻട്രി എന്നാണ് പറയുക. ആദ്യം എഴുതുന്നത് ജേണലിൽ, രണ്ടാമത് ജേണലിൽ നിന്നും ഒരേപോലുള്ള ഐറ്റംസ് അക്കൗണ്ടുകളിലേക്ക് എഴുതുന്നു. അപ്പോൾ ലെഡ്ജർ ബുക്ക് എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രിയാണ്, അല്ലെങ്കിൽ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രിയാണ്. ഇനി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ.
ജേണലിൽ ട്രാൻസാക്ഷൻസ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഡേറ്റ് വൈസ് ആയിട്ട് എന്നാണ്. ഇന്നത്തത് എഴുതിയിട്ട് ഇന്നത്തെ ഡേറ്റിൽ ഇന്നത്തെ എഴുതും, നാളത്തെ ഡേറ്റിൽ നാളത്തെ എഴുതും. ഓരോ ദിവസവും ആ ദിവസത്തെ ഇടപാടുകൾ എഴുതി വെക്കുന്നു, ഡേറ്റ് വൈസ് ആയിട്ട് എഴുതി വെക്കുന്നു. അങ്ങനെയാണ് ജേണലിൽ എഴുതുന്നത്. ജേണലിൽ ഒരേപോലുള്ള ഐറ്റംസ് അല്ല എഴുതുന്നത്, എല്ലാ ഐറ്റംസും അതിലെഴുതും. എല്ലാ ബിസിനസ് ഇടപാടുകളും ജേണലിലാണ് ആദ്യമായിട്ട് എഴുതുക. ജേണലിൽ എഴുതുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്, എന്ന് പറഞ്ഞാൽ ഡേറ്റ് വൈസ് ആയിട്ടാണ്. എന്നാൽ ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലോ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എൻ അനലിറ്റിക്കൽ മാനർ. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് ഇടപാടുകൾ എഴുതുന്നത് അനലിറ്റിക്കൽ മാനറിലാണ്. എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ഐറ്റംസ് ഡേറ്റ് വൈസ് ആയിട്ടല്ല, ഒരേപോലുള്ള ഐറ്റംസ് ഒരേ അക്കൗണ്ടുകളിൽ എഴുതുന്നു. ആ രീതിയിലാണ് ലെഡ്ജറിൽ എഴുതുന്നത്. മൂന്നാമത്തത് ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം. ജേണലിൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ജേണലിൽ ഇടപാടുകൾ എഴുതേണ്ടത് സോഴ്സ് ഡോക്യുമെൻ്റായ ഉറവിട രേഖകളായ ബില്ല്, വൗച്ചർ, ഇൻവോയ്സും ഒക്കെ നോക്കിയിട്ടാണ്. എന്നാൽ ലെഡ്ജർ പോസ്റ്റിംഗ് ഈസ് ഡൺ ഓൺ ദ ബേസ് ഓഫ് ജേണൽ. ജേണൽ നോക്കിയിട്ടാണ് ലെഡ്ജറിലേക്ക് ഇടപാടുകൾ എഴുതുന്നത്. ലെഡ്ജറിൽ ഇടപാടുകൾ എഴുതുന്നതിന് നമ്മൾ പറയുന്ന പേര് പോസ്റ്റിംഗ്. അപ്പോൾ ജേണലിൽ പോസ്റ്റ് ചെയ്യുന്നത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നത് ജേണൽ നോക്കിയിട്ടാണ്. നാലാമത്തെ വ്യത്യാസം ജേണലിൽ ബാലൻസിങ് ഈസ് നോട്ട് ഡൺ. ബാലൻസിങ് ജേണലിൽ ചെയ്യുന്നില്ല, ബാലൻസ് ചെയ്യുന്നില്ല. ഓരോ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം ജേണൽ ബാലൻസ് ചെയ്യുന്നില്ല. ജേണൽ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ഈക്വൽ ആയിരിക്കും. ഡെബിറ്റ് സൈഡല്ല, ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ഈക്വൽ ആയിരിക്കും. അവിടെ ബാലൻസിങ് വരുന്നില്ല. എന്നാൽ ലെഡ്ജർ അക്കൗണ്ടുകൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓരോ വർഷത്തിൻ്റെ അവസാനം, ഓരോ അക്കൗണ്ടിങ് പീരീഡിൻ്റെയും അവസാനം ബാലൻസ് ചെയ്യുന്നു. അഞ്ചാമത്തെ വ്യത്യാസം, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഈസ് കാൾഡ് ജേർണലൈസിങ്. ജേണലിൽ ഇടപാടുകൾ എഴുതുന്നതിന് പറയുന്ന പേരാണ് ജേർണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ലെഡ്ജറിൻ്റെ കാര്യം, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദി ലെഡ്ജർ ഈസ് കാൾഡ് പോസ്റ്റിംഗ്. ലെഡ്ജറിൽ ഇടപാടുകൾ എഴുതുന്നതിന് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ജേണലിൽ ഇടപാടുകൾ എഴുതുന്നതിന് ജേർണലൈസിംഗ് എന്നും ലെഡ്ജറിൽ ഇടപാടുകൾ എഴുതുന്നതിന് പോസ്റ്റിംഗ് എന്നും പറയുന്നു. അപ്പോൾ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് റെക്കോർഡഡ് ഇൻ ദി ജേണൽ ഇൻ ടു അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ് ഈസ് ഇൻ ദ ലെഡ്ജർ ഈസ് കാൾഡ് പോസ്റ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജേണലിൽ നിന്നും ഇടപാടുകൾ, ഒരേപോലുള്ള ഇടപാടുകൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുന്നതിന് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ജേണലിൽ നിന്നും ഇടപാടുകൾ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് എഴുതുന്നത് എന്നാണ് നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ജേണലിൽ നിന്നും ഇടപാടുകൾ എങ്ങനെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട്, ക്യാഷ് റിസീവ്ഡ് ഫ്രം അഭിജിത്ത് 1000. സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അഭിജിത്തിൻ്റെ കയ്യിൽ നിന്നും 1000 രൂപ കിട്ടി. അഭിജിത്തിൻ്റെ കയ്യിൽ നിന്നും 1000 രൂപ കിട്ടി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ജേണൽ എന്താ? ജേണൽ എൻട്രി നമുക്ക് കിട്ടിയ ആസ്പെക്റ്റ്, ബിസിനസ്സിന് കിട്ടിയ ആസ്പെക്റ്റ് എന്താണ്? റിസീവിങ് ആസ്പെക്റ്റ് ഡെബിറ്റാണ്. അപ്പോൾ ഈ റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അഭിജിത്തിൻ്റെ കയ്യിൽ നിന്നും 1000 രൂപ കിട്ടിയതാണ്. അപ്പോൾ 1000 രൂപ ക്യാഷാണ് ബിസിനസ്സിന് കിട്ടിയത്. അപ്പോൾ ക്യാഷ് റിസീവിങ് ആസ്പെക്റ്റ് ക്യാഷാണ്. അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റ് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അഭിജിത്ത് അക്കൗണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ജേണൽ എൻട്രി കാണാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അഭിജിത്ത് അക്കൗണ്ട്. ഇനി ഈ എൻട്രി, ദ അബവ് എൻട്രി വിൽ ബി പോസ്റ്റഡ് ടു ബോത്ത് ക്യാഷ് അക്കൗണ്ട് ആൻഡ് അഭിജിത്ത് അക്കൗണ്ട്. അപ്പോൾ ഇത് ക്യാഷ് അക്കൗണ്ടിലും അഭിജിത്ത് അക്കൗണ്ടും രണ്ട് അക്കൗണ്ട് ഇതിന് ഉണ്ടാക്കണം. ഈ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് അക്കൗണ്ടുകൾ ഉണ്ടാക്കണം. ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കണം, അതുപോലെ
അഭിജിത്ത് അക്കൗണ്ടും ഉണ്ടാക്കണം. ക്യാഷ് അക്കൗണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് അതിൻ്റെ കോളങ്ങൾ വരച്ചിട്ടുണ്ട്. 2 സൈഡ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, ഡെബിറ്റ് സൈഡ് കോളങ്ങൾ ക്രെഡിറ്റ് സൈഡ് കോളങ്ങൾ അത് കണ്ടിട്ട്. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്താ എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ടു അഭിജിത്ത് അക്കൗണ്ട് ഇത്. അപ്പോൾ എങ്ങനെയാണിത് പോസ്റ്റ് ചെയ്യേണ്ടത്? ജേണൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അഭിജിത്ത് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റാണല്ലോ, റിസീവിങ് ആസ്പെക്റ്റാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടാണ്, ക്യാഷാണ് കിട്ടുന്നത്. റിസീവിങ് ആസ്പെക്റ്റ് ഡെബിറ്റാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റാണ്. അതിൻ്റെ അർത്ഥം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം എന്നാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. എന്താണ് എഴുതേണ്ടത്? അതർ ആസ്പെക്റ്റ്. അതർ ആസ്പെക്റ്റ് എന്താ? ക്യാഷ് അക്കൗണ്ട് അല്ലാതെ പിന്നെ ജേണൽ എൻട്രിയിൽ എന്താണ്? അഭിജിത്ത് അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു അഭിജിത്ത് അക്കൗണ്ട് എന്ന് എഴുതണം. അതാണ് ഇവിടെ എഴുതിയതായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു അഭിജിത്ത് അക്കൗണ്ട് 1000 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാഷ് അക്കൗണ്ട് മാത്രമല്ല, ഈ ജേണലിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ 2 അക്കൗണ്ട് ഉണ്ടാക്കണം. അഭിജിത്തിൻ്റെ അക്കൗണ്ടും ഉണ്ടാക്കണം. അപ്പോൾ ഒരു ട്രാൻസാക്ഷന് 2 അക്കൗണ്ട് ഉണ്ടാവും. ഡെബിറ്റ് അക്കൗണ്ടും ഉണ്ടാകും, ക്രെഡിറ്റ് അക്കൗണ്ടും. ഈ 2 അക്കൗണ്ടുകളും നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും, അത് 2 അക്കൗണ്ടും ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കി. ഇനി അഭിജിത്ത് അക്കൗണ്ട് ഉണ്ടാക്കണം. ടു അഭിജിത്ത് അക്കൗണ്ട്. ഇവിടെ അഭിജിത്ത് അക്കൗണ്ട് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റാണ്. അപ്പോൾ അഭിജിത്ത് അക്കൗണ്ട് എന്താണ്? ക്രെഡിറ്റാണ്. അപ്പോൾ അഭിജിത്ത് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? അഭിജിത്ത് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം എന്നാണ്. അഭിജിത്ത് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം എന്നാണ് അഭിജിത്ത് അക്കൗണ്ട് ക്രെഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഭിജിത്ത് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഈ വലത് ഭാഗമാണ് ക്രെഡിറ്റ് സൈഡ്, ഇടത് ഭാഗം ഡെബിറ്റ് സൈഡ്, വലത് ഭാഗം ക്രെഡിറ്റ് സൈഡ്. ഈ വലത് ഭാഗത്ത് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? അഭിജിത്ത് അക്കൗണ്ടാണ്. അഭിജിത്ത് അക്കൗണ്ടിലാണ് എഴുതുന്നത്. അഭിജിത്ത് അക്കൗണ്ടിൽ അതർ ആസ്പെക്റ്റാണ് എഴുതുന്നത്. അതർ ആസ്പെക്റ്റ് ഇവിടെ ഏതാ? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ് അഭിജിത്ത് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പോൾ അഭിജിത്ത് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ എഴുതണം. ഈ രീതിയിലാണ് നമ്മൾ ജേണൽ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് വളരെ വിശദമായിട്ട് നമ്മൾ പിന്നീട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ജേണൽ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് വിശദമായിട്ട് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഈ പോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു തുടക്കം മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജേണലിൽ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജേണൽ ബുക്കിൽ എഴുതിയ ജേണലിലാണ് നമ്മൾ ആദ്യമായിട്ട് ബിസിനസ് ഇടപാടുകൾ എഴുതുന്നത്. ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ഇടപാടുകൾ മാറ്റി എഴുതുന്നതിനാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പോസ്റ്റിംഗ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി ബാലൻസിങ് ഓഫ് എൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യണം? അക്കൗണ്ട് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദി ബാലൻസ് ഓഫ് ഈച്ച് ആൻഡ് എവരി അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് പീരീഡ് ഈസ് കാൾഡ് ബാലൻസിങ്. എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിൽ ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബാലൻസിങ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 sides ഓഫ് എൻ അക്കൗണ്ട് ഈസ് കാൾഡ് അക്കൗണ്ട് ബാലൻസ്. 2 സൈഡുകളുണ്ടാവും ഒരു അക്കൗണ്ടിന്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ക്യാഷ് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ 2 സൈഡും തമ്മിൽ 2 സൈഡും കൂട്ടുന്നു. ഏറ്റവും കൂടുതലുള്ള സൈഡാണ് ആദ്യം കൂട്ടി എഴുതുന്നത്, സംഖ്യ എഴുതുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഇതിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സ്ക്രീനിൽ കാണുന്ന ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 1800 രൂപ ടോട്ടൽ ചെയ്താൽ കിട്ടും. എന്നാൽ ക്രെഡിറ്റ് സൈഡിൽ 500, ഒരു പർച്ചേസ് 500, ഒരു സാലറി 300, അങ്ങനെ 800 രൂപയേ ഉള്ളൂ. അപ്പോൾ
ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡ് ഇടതുഭാഗത്തിലെ ഡെബിറ്റ് സൈഡ് DR എന്ന് മുകളിൽ എഴുതിയ ഭാഗമാണ് ഡെബിറ്റ് സൈഡ്, CR എന്ന് മുകളിൽ എഴുതിയ ഭാഗം ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇടതുഭാഗത്ത് അഥവാ ഡെബിറ്റ് സൈഡിൽ നിങ്ങൾക്ക് 1800 കൂട്ടിയാൽ മറ്റേ സൈഡിൽ എന്താണ് എത്ര ഉള്ളൂ, 800 രൂപയെ കൂട്ടിയാലുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള തുകയുള്ള ഭാഗത്തെയാണ് നമ്മൾ ആദ്യം കൂട്ടേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഭാഗം എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡാണ്. അപ്പോൾ കൂടുതലുള്ള ഭാഗത്തെയാണ്, ഏത് സൈഡാണോ ഹെവിയർ ആയിട്ടുള്ളത്, കൂടുതൽ തുകയുള്ളത്, ആ സൈഡിൻ്റെ ബാലൻസിൻ്റെ പേരിലാണ് അതറിയപ്പെടുക. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് കൂടുതലുള്ള ഏത് സൈഡിലാണ്, 1000ഉം 800ഉം, ക്യാപിറ്റൽ 1000ഉം സെയിൽസ് 800ഉം ഡെബിറ്റ് സൈഡിലുണ്ട്. ഇത് രണ്ടും കൂട്ടിയാൽ 1800 ഉണ്ട്. അതാണ് ക്രെഡിറ്റ് സൈഡിൽ ആകെ 800 ഉള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലുള്ളത് ഡെബിറ്റ് സൈഡാണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് ബാലൻസിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുക. അപ്പോൾ ഇതിനെ നമ്മൾ ഡെബിറ്റ് ബാലൻസ് എന്നാണ് പറയുക. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഉള്ളതുകൊണ്ട് ഈ ക്യാഷ് അക്കൗണ്ടിനെ, അധികം ക്യാഷ് അക്കൗണ്ടുകൾ മുഴുവനും ഡെബിറ്റ് സൈഡായിരിക്കും കൂടുതലുണ്ടാകുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയാം. ഈ നമുക്ക് തന്നിരിക്കുന്ന ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം ഡെബിറ്റ് സൈഡാണ് തുക കൂടുതലുള്ളത്, കൂട്ടിയാൽ കൂടുതലുള്ളത് കിട്ടുന്നത് ഡെബിറ്റ് സൈഡാണ്. അതുകൊണ്ട് നമുക്ക് ഡെബിറ്റ് സൈഡിനെ ഈ അക്കൗണ്ടിനെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഏത് സൈഡാണോ കൂടുതലുള്ളത് ആ സൈഡിൻ്റെ പേരിലാണ് ബാലൻസ് അറിയപ്പെടുക. ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ദ ക്രെഡിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതൽ ഡെബിറ്റ് സൈഡാണെങ്കിൽ ഇറ്റ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്, അത് ഒരു ഡെബിറ്റ് ബാലൻസ് ആണ്. ഇനി തിരിച്ചാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലുണ്ടെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡ് കൂടുതലുണ്ട്, കൂടുതലുള്ള ഡെബിറ്റ് സൈഡ് നമ്മൾ കൂട്ടി എഴുതുന്നു. അപ്പോൾ കൂടുതലുള്ള ഭാഗമാണ് ആദ്യം കൂട്ടുന്നത്. എന്നിട്ട് ഈ ടോട്ടൽ, ഈ ഡെബിറ്റ് സൈഡിൽ കിട്ടുന്ന ടോട്ടൽ, കൂടുതലുള്ള സൈഡിൽ കിട്ടുന്ന ടോട്ടൽ അടുത്ത സൈഡിലും എഴുതണം. അടുത്ത സൈഡിൽ പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ആ ടോട്ടൽ എഴുതുന്നു. 1800 എന്ന ടോട്ടൽ ഇവിടെ എഴുതുന്നു. ഇനി 1800 നിന്ന് ഈ നിലവിൽ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ 800 രൂപയാണ് ടോട്ടലുള്ളത്. ഈ 1800 നിന്ന് 800 കുറച്ചാൽ ബാക്കി ഇവിടെ എത്രയുണ്ടാവും, 1000 കിട്ടും. ഈ 1000 നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ബാലൻസ് ക്യാരി ഡൗൺ അടുത്ത കൊല്ലത്തേക്ക് ഉള്ള ബാലൻസായിട്ട്, അത് അടുത്ത കൊല്ലത്തേക്ക് ബാലൻസായിട്ട് അത് പോവും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു, ആ ക്യാഷ് അക്കൗണ്ട് പറയുന്ന അസറ്റാണ്. അസറ്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ലയബിലിറ്റി അക്കൗണ്ടും എന്താണ്, പെർമനൻ്റ് അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു, ഓരോ കൊല്ലവും ബാലൻസ് ചെയ്തിട്ട് അടുത്ത കൊല്ലത്തേക്ക് അതിൻ്റെ ബാലൻസ് പോകണം. ഇതിൻ്റെ ബാലൻസ് 1000 രൂപ, അടുത്ത കൊല്ലത്തെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 1000 എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ബ്രോഡ് ഡൗൺ 1000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ഇനി ഈ ബാലൻസിനെയാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും തമ്മിലുള്ള വ്യത്യാസം കിട്ടുന്ന ബാലൻസിനെയാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. ഇവിടെ അക്കൗണ്ട് ബാലൻസ് ഡെബിറ്റ് ബാലൻസാണ്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിലും അതിൻ്റെ ബാലൻസ് എവിടെയാണ് വരിക, ബാലൻസ് തുക ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഡെബിറ്റ് ബാലൻസ് എന്ന് പറയാനുള്ള കാരണം എന്താ, ഡെബിറ്റ് സൈഡ് കൂടുതലുള്ളതുകൊണ്ട്. ഡെബിറ്റ് സൈഡ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇതിന് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ബാലൻസിങ് ഫിഗർ എവിടെ വരിക, ബാലൻസ് ചെയ്യുന്ന തുക ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിൻ്റെ ബാലൻസിങ് തുക ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഇനി ക്രെഡിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസിങ് തുക ഡെബിറ്റ് സൈഡിലാണ് വരിക. ഈ രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ് ബാലൻസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വിശദമായിട്ട് പിന്നീട് ഓരോ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പഠിക്കും. അപ്പോൾ ബാലൻസിങ് ഓഫ് എൻ അക്കൗണ്ട് നമ്മൾ പഠിച്ചു. ബാലൻസിങ് എന്താണെന്നുള്ളത് അത് ഓരോ കൊല്ലത്തും നമ്മൾ ബാലൻസ് ചെയ്യണം. രണ്ട് സൈഡിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡ്, ഇഫ് ഡെബിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ക്രെഡിറ്റ് സൈഡ് ഇറ്റ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. ഇനി ക്ലോസിംഗ് ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ്. അക്കൗണ്ട് ബാലൻസ് ഓഫ് ദ ക്ലോസിംഗ് ഡേറ്റ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിലാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞാൽ
അക്കൗണ്ടിങ് ബാലൻസ് ഓൺ ദ ബിഗിനിങ് ഡേറ്റ് ഓഫ് നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. അടുത്ത അക്കൗണ്ടിങ് പീരീഡ് 2020 ഡിസംബർ 31-നുള്ള ബാലൻസിനെയാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. 2021 ജനുവരി 1-ന് അടുത്ത വർഷം അക്കൗണ്ടിങ് പീരീഡിൻ്റെ തുടക്കത്തിലുള്ള ബാലൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിലുള്ള ബാലൻസിനെ ക്ലോസിംഗ് ബാലൻസ് എന്നും, ഒരു കൊല്ലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ തുടക്കത്തിലുള്ള ബാലൻസിനെ ഓപ്പണിംഗ് ബാലൻസ് എന്നും നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വിശദമായിട്ട് ഒന്ന് നോട്ടൊക്കെ വായിച്ചു നോക്കി ഈ കാര്യങ്ങൾ പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുക.